ഐഡിയാസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ ബി.ടെക്കിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അധികം വലിയ റാങ്കിലേക്കൊന്നും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് പേര് ജെഇ അല്ലെങ്കിൽ ജോസൈഡ് അലൊക്കേഷന് പോയിട്ടുണ്ടാവും എന്നല്ലാതെ കീം അലോട്ട്മെൻറ്റുകളൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ വലിയ റാങ്ക് വ്യത്യാസമൊന്നും ഈ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഉണ്ടാവില്ല. മേ ബി സെക്കൻഡിലും വലുതായിട്ട്, കാരണം കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് എങ്കിലും അതിന് മുമ്പ് വന്നില്ലെങ്കിൽ അത് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, അങ്ങനെ ഇതാവും എന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ക്യുസാറ്റിൻ്റെ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ റിയൽ ടൈം അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സ്പോട്ടോ കേട്ടോ, 2 അലോട്ട്മെൻറ്റാണ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഇനിയും അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അത് ചിലപ്പോൾ മൂന്നാമതൊരു അലോട്ട്മെൻ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റിയൽ ടൈം അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്പോട്ടായിരിക്കും. അപ്പോൾ 2 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ക്യുസാറ്റ് അവരുടെ കൗൺസിലിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, വീണ്ടും അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവാം. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അവരുടെ, അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റ് റാങ്കും അതുപോലെ നമ്മൾ കൊടുത്തേക്കുന്ന ഓപ്ഷൻസും ഒക്കെ പരിഗണിച്ചിട്ടാണ് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ആ കോഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിൻ്റെ ഫീസ് എത്രയാണോ അത് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നിർബന്ധമായിട്ടും അടക്കാട്ടോ. ഫീസ് അറിയാനായിട്ട് നമ്മൾ ഈ ലോഗിൻ ചെയ്യുന്ന പേജിൽ തന്നെ ആ ഒരു ഡൗൺലോഡ്സ്, ലാസ്റ്റ് റാങ്ക്, അങ്ങനെ ഫീസ് സ്ട്രക്ചർ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചിൻ്റെയും സീറ്റ് അനുസരിച്ചിട്ടുള്ള ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും. പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് സ്പോട്ടിലോ അല്ലെങ്കിൽ ചിലപ്പോൾ റിയൽ ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ സമയത്താണ്. സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചേക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, വേറൊരു കാറ്റഗറിയാണ്, പക്ഷേ EWS കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഫീസ് അടക്കാമോ എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്യുസാറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടല്ല നമുക്കൊരു അലോട്ട്മെൻറ്റ് തരുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർവേഷനിലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണമെങ്കിൽ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ EWS റിസർവേഷനാണ് എങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കണം. അപ്പോൾ അത് ഹാജരാക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. അപ്പോൾ അങ്ങനെ വന്നേക്കുന്ന കുട്ടികൾ ക്യുസാറ്റിൽ മെയിൽ ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക, അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫീസ് അടച്ചാലും നിങ്ങൾക്ക് അഡ്മിഷൻ വെരിഫൈ ചെയ്യുന്ന സമയത്ത് സാധ്യത വളരെ കുറവാണ് അത് കിട്ടാനായിട്ട്. സോ അത് ക്യുസാറ്റിനോട് അവിടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ച് അത് സംസാരിച്ചതിന് മാത്രം ഫീസ് അടച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം. ഹയർ ഓപ്ഷൻ ഓഫ് ദി കാൻഡിഡേറ്റ് ഹു ഹാവ് പെയ്ഡ് ഫീസ് വിത്തിൻ ദ ടൈം വിൽ സ്റ്റേ, ഓൾ ദെയർ ലോവർ ഓപ്ഷൻ വിൽ ബി ക്യാൻസൽഡ്. അതായത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നമ്മളൊരു ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ്, അതായത് കിട്ടിയ ഓപ്ഷൻസിന് മുകളിലുള്ളത് അവിടെ നിൽക്കും, താഴെയുള്ളതെല്ലാം ക്യാൻസലായി പോയിട്ടുണ്ടാവും. അത് എല്ലാ അലോട്ട്മെൻറ്റിലും അങ്ങനെയാണ്. ഇപ്പോൾ കീമിലും നിങ്ങൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അലോട്ട്മെൻറ്റിൻ്റെ താഴെയുള്ള ഓപ്ഷന് താഴെയുള്ള എല്ലാം പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ തേർഡ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത്, അതിൽ ഫീസ് അടച്ചു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സെക്കൻഡ് ഓപ്ഷനും ഫസ്റ്റ് ഓപ്ഷനും പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. പക്ഷേ താഴേട്ടുള്ള ആ 3 കഴിഞ്ഞ് 4, 5, 6 അതൊക്കെ ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. മനസ്സിലായോ? അത് എല്ലാ അലോട്ട്മെൻറ്റിലും അങ്ങനെയാണ്. നമ്മൾ കിട്ടിയതിന് മുകളിലുള്ളതിൻ്റെ ഹയർ ഓപ്ഷൻ എന്നും കിട്ടിയതിന് താഴെയുള്ള ലോവർ ഓപ്ഷൻസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോവർ ഓപ്ഷൻസ് ക്യാൻസലായി പോകും, മുകളിലുള്ള ഓപ്ഷൻസ്, നമ്മുടെ കിട്ടിയതിന് മുകളിലുള്ള ഓപ്ഷൻസ്, അതായത് ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിൽക്കുകയും അടുത്ത ഓപ്ഷനിലേക്ക് പരിഗണിക്കുകയും ചെയ്യും. അങ്ങനെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ ഫീസ് അടക്കണം. ഓക്കെ, ഇഫ് എ കാൻഡിഡേറ്റ് വിഷസ് ടു റിമെയിൻ ഇൻ ദ ഓപ്ഷൻ ഓൾറെഡി അലോട്ടഡ്, അതായത് നിങ്ങൾ ഇപ്പോൾ അലോട്ട് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ തേർഡ് ഓപ്ഷനാണ് കിട്ടിയേക്കണതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് തേർഡ് ഓപ്ഷൻ മതി, ഇനി എന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷനിലേക്ക് പരിഗണിക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കുകയും അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അതിൽ നിർബന്ധമായിട്ടും ചേരേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന, നിങ്ങൾക്കിപ്പോൾ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അത് മതിയെങ്കിലാണ്
ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തന്നെ തുടരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് മുകളിലുള്ള ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിർബന്ധമായിട്ടും പോകേണ്ടതായിട്ട് വരും. ഇനി പറഞ്ഞേക്കുന്നത് ദ കീസ് വേക്കൻസി അവൈലബിൾ ദ ലോവർ ഓപ്ഷൻ രജിസ്റ്റർഡ് ബൈ കാൻഡിഡേറ്റ് റിസീവ്ഡ് അലോട്ട്മെൻറ്റ് ഇൻഫർമേഷൻ ഇഫ് ദി കാൻഡിഡേറ്റ് ഹു ഹാവ് പെയ്ഡ് ദ ഫീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ പറഞ്ഞേക്കുന്നത്. അതായത് ലോവർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ, മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇനി അത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട കേട്ടോ. If the candidate who have paid the fees, the allotted higher option in the subsequent allotment, the fees already paid by them adjusted. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, ഫീസ് അടച്ചു, അതിനുശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫീസ് കുറഞ്ഞ അതാണ് കിട്ടുന്നതെങ്കിൽ കൂടി അടച്ച ഫീസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കിട്ടും. അതല്ല കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരുവാണെങ്കിൽ അത് ആ ഒരു ടൈമിൽ അടച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ്, നമ്മൾ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും നമ്മളിപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കുന്നില്ലേ, നിങ്ങൾ നേരത്തെയുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് കാണിക്കുന്നത് അത്ര റാങ്ക് വരെ അലോട്ട് ചെയ്തു എന്നല്ല. അങ്ങനെയും കുറച്ച് കൺഫ്യൂഷൻ കണ്ടു. അത്ര റാങ്ക് വരെ അലോട്ട് ചെയ്തു എന്നല്ല, വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് കാണിക്കുന്നത് നിങ്ങൾ അത്രാമതാണ് നിൽക്കുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ കാറ്റ് റാങ്കിൻ്റെ ബേസിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിലും രണ്ടിലും വെയിറ്റിംഗ് ലിസ്റ്റ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു 4000 സംതിങ് ആണ് വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്നതെങ്കിൽ 4000 പേര് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ പരിഗണിക്കുള്ളൂ എന്നാണ്. അതല്ല ഒരു 300 വെയിറ്റിംഗ് ലിസ്റ്റിൽ കാണിക്കണമെങ്കിൽ ആ 300 പേര് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ പരിഗണിക്കൂ എന്നുള്ളതാണ്. അല്ലാതെ ആ ഒരു 4000 റാങ്ക് വരെ അലോട്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ 300 റാങ്ക് വരെ അലോട്ട് ചെയ്തിട്ടുണ്ടെന്നോ ഉള്ളതല്ല. നമുക്ക് അധികം താമസിയാതെ തന്നെ വെബ്സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വരും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചേക്കുന്ന ലാസ്റ്റ് റാങ്ക് വെബ്സൈറ്റിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര റാങ്ക് വരെ അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. വലുതായിട്ടൊന്നും മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ കുറേ പേര് ഇങ്ങനെ ഇത്രാമത് നിൽക്കുന്നു, അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം മുതൽ ക്യുസാറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതാണ്. ആദ്യത്തെ 2 അലോട്ട്മെൻറ്റിൽ വലിയ ചേഞ്ചസ് വരാറില്ല. ഇപ്പോൾ ഇനി കീമിന് മുമ്പായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി വരുവാണെങ്കിൽ, ക്യുസാറ്റിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുവാണെങ്കിൽ വലിയ ചേഞ്ച് ഇല്ല. അതേസമയം കീം കഴിഞ്ഞിട്ടാണെങ്കിൽ ചെറിയൊരു ചേഞ്ച് എങ്കിലും വന്നേക്കാം കേട്ടോ. നിങ്ങളോട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്യുസാറ്റ് കുറച്ചും കൂടി ഈ വർഷം കുട്ടികൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മളുടെ എൻക്വയറി ആണെങ്കിലും വരുമ്പോൾ ക്യുസാറ്റിനെ പറ്റി കൂടുതൽ ചോദിച്ചിട്ട് എൻക്വയറീസ് വരുന്നുണ്ട്. കാരണം അതിനെന്തോ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഇത് കിട്ടിയത് എന്താണോന്ന് അറിയില്ല. ആ ഒരു ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയ്ക്ക് ശേഷം, അതായത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ അത് കുറച്ചും കൂടി ആളുകളിലേക്ക് എന്താണെന്നറിയില്ല. ഈ വർഷം കുറേ അധികം ക്യുസാറ്റിനെ പറ്റിയിട്ട് കുറേ എൻക്വയറീസ് വരാറുണ്ട്. സോ നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്കിനെ പറ്റിയിട്ട് പറയാനും പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് CET പോലുള്ള കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ക്യുസാറ്റിനെക്കാട്ടിയും ബെറ്റർ ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു CET ഒക്കെ തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ ക്യുസാറ്റ് മോഡൽ അടുത്തടുത്താണ്. അപ്പോൾ നിങ്ങൾ പ്ലേസ്മെൻറ്റ് വൈസ് നോക്കുവാണെങ്കിൽ മോഡലായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല ചോയ്സ് എന്നാണ് എനിക്ക് പേഴ്സണലി. ഈ കമ്പ്യൂട്ടർ സയൻസിനാണെങ്കിലും EC ഒക്കെ ആണെങ്കിലും പ്ലേസ്മെൻറ്റ് വൈസ് നിങ്ങൾക്ക് ചോയ്സ് എന്നോട് ഇപ്പോൾ പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ ക്യുസാറ്റ് ആണോ മോഡലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മോഡലാണെന്നാണ് പറയുള്ളൂ. കാരണം മോഡലിൽ അത്രയധികം പ്ലേസ്മെൻറ്റുകൾ ECSലും ECയിലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ബാക്കി ഈ ത്രിബിളിയിലും കുട്ടികൾ ഈ ഒരു കുറേ പ്ലേസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ ത്രിബിളിയുടെ തന്നെ പ്ലേസ്മെൻ്റ് അല്ല, CS ഒക്കെ ആവുന്ന പോലത്തുള്ള പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ മോഡലാണെങ്കിലും ക്യുസാറ്റ് ആണെങ്കിലും അടുത്തടുത്തുള്ള 2 ക്യാമ്പസുകളാണ്, വലിയ വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ചോയ്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും പ്ലേസ്മെൻറ്റ് വൈസ് സിലബസ് മീൻസ് യൂണിവേഴ്സിറ്റി 2 വ്യത്യാസമുണ്ട്. KTയും ക്യുസാറ്റാണ്. ക്യുസാറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് കുറച്ചും കൂടി ഇതുണ്ട്. പക്ഷേ നമ്മൾ പ്ലേസ്മെൻറ്റ് വൈസ് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സജസ്റ്റ് ചെയ്യുക മോഡലാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ് കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാണ് ആ കാര്യം പറഞ്ഞു വന്നത്? ഓക്കെ ഓക്കെ ഇത് പറഞ്ഞത് ഫീസ് അലോട്ട് ചെയ്യുക. ഹു ആർ പെയ്ഡ് ദ ഫീസ് അലോട്ടഡ് ഹയർ ഓപ്ഷൻ ഇൻ ദ സബ്സീക്വൻറ്റ് അലോട്ട്മെൻറ്റ് ഫീ ഓൾറെഡി പേ ദം വിൽ അഡ്ജസ്റ്റ് ദ ഫീ. ഓക്കെ, ആ ഒരു ഹയർ ഓപ്ഷനിലേക്കും ലോവർ ഓപ്ഷനിലേക്കും ഒക്കെ നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അടയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ.
പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ഓക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് നോക്കുക എന്നുള്ളതാണ് പറഞ്ഞപ്പോഴാണ് അല്ലേ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങളപ്പോൾ ആ വെയിറ്റിംഗ് ലിസ്റ്റ് കറക്റ്റായിട്ട് നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കും, എത്രാമതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പേഴ്സണൽ ഇൻറ്റിമേഷനൊന്നും ഒരു അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ വെബ്സൈറ്റും പ്രൊഫൈലും ഒക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഫീ പേയ്മെൻറ്റ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള വെബ്സൈറ്റിലൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ലോഗിൻ ചെയ്യണ ആ വെബ്സൈറ്റിൽ തന്നെ ഫീ കാണിക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ആ പറഞ്ഞ രീതി തന്നെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയേക്കുന്ന അലോട്ട്മെൻറ്റ് അവിടെ കാണിക്കും. അത് കൺഫേം അലോട്ട്മെൻറ്റ് ബട്ടൺ ആവശ്യമുണ്ടെങ്കിൽ കൺഫേം കൊടുക്കുക. അപ്പോൾ കൺഫേം അലോട്ട്മെൻറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത പേജിലേക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പോകാൻ പറ്റും. നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ചില ഡെബിറ്റ് കാർഡിൽ ഒരു ഇത്ര മണി വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടാവും കേട്ടോ. അത് ചിലവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൽ കയറിയിട്ട് ആ ഒരു ലിമിറ്റ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നമുക്കുണ്ട്. ആ ലിമിറ്റ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര ഒരു ദിവസം ഇത്രേ അയക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഇത്രേ പറ്റുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റുണ്ട് ഡെബിറ്റ് കാർഡിന്. ഓക്കെ, അപ്പോൾ അത് നെറ്റ് ബാങ്കിങ് ഉള്ളവർ, അത് ചെയ്യാൻ അറിയുന്നവർ അതിൽ കയറിയിട്ട്, ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരില്ല, നെറ്റ് ബാങ്കിങ് ഉള്ളവർക്ക് അത് അറിയാൻ പറ്റും. അതല്ല, അങ്ങനെ നെറ്റ് ബാങ്കിങ് ഒന്നുമില്ല, പക്ഷേ എൻ്റെ ക്രെഡിറ്റ് എത്രയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റുന്ന എത്രയാണെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഉണ്ടല്ലോ, ബാങ്കിനെ പോയി കോൺടാക്റ്റ് ചെയ്തിട്ട് അവരോട് ആ ഒരു ലിമിറ്റ് ഒന്ന്, എനിക്ക് ഫീസ് അടയ്ക്കാനുള്ളതെന്ന് പറയണമെന്നൊന്നുമില്ല, ആ ലിമിറ്റ് ഒന്ന് കൂട്ടി തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവരവിടെ നിന്ന് ഓക്കെ ആക്കി തരും കേട്ടോ. ചില കാർഡിന് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. ചില UPI പേയ്മെൻറ്റിലും ഉണ്ടാവും, നമ്മുടെ ആ ഒരു ബാങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. UPI പേയ്മെൻറ്റ് ആണെങ്കിലും ചില UPI പേയ്മെൻറ്റ് നമുക്ക് ഇത്ര ഇതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റാറില്ല ചിലപ്പോൾ ഒക്കെ. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ട്, ഇനിയിപ്പോൾ കേസിൽ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ പറ്റുന്നില്ല, ഈ എമൗണ്ട് പോകുന്നില്ല എങ്കിൽ കാരണം മിക്കവാറും അതായിരിക്കും ബാങ്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും, ഒരു ട്രാൻസാക്ഷന് ഇത്ര രൂപ പാടുള്ളൂ എന്ന്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ എമൗണ്ട്, ഇപ്പം സ്റ്റേറ്റ് മെറിറ്റിൻ്റെ എമൗണ്ട് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത്ര പ്രശ്നം വരില്ല. 50 രൂപയിൽ കൂടുതലൊക്കെ അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിലാണ് നമുക്ക് അങ്ങനെ വരിക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു പ്രൊവിഷണലി അഡ്മിറ്റഡ് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അടുത്തൊരു PTA DDF ഫണ്ട് വരും. അത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അടയ്ക്കേണ്ടത്. അത് നമ്മൾ മിക്കവാറും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് അടയ്ക്കേണ്ടി വരാറ് കേട്ടോ. ഇനി നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി ചെല്ലുമ്പോൾ കൊണ്ടുവരേണ്ട സർട്ടിഫിക്കറ്റുകൾ, അത് നമ്മൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തരും. നമ്മുടെ പ്രൊഫൈലിൽ ഇൻസ്ട്രക്ഷൻ വരാം, മെയിൽ വരാം, വെബ്സൈറ്റിൽ വരാം. അപ്പോൾ നിങ്ങളിത് മൂന്നും ചെക്ക് ചെയ്യണം കേട്ടോ. എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരാമെന്ന് അറിയില്ല. ചിലപ്പോൾ 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കിസാറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്, കീവിൻ്റെയൊക്കെ ഒന്ന് വരട്ടെ, അല്ലെങ്കിൽ ജോസ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവരെ വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകേണ്ടത് SSLCയുടെ സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, TC, CC. അപ്പോൾ ഈ ചിലവർ TCയുടെ കാര്യം TC നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിലും ആ പണ്ടത്തെ TC തന്നെ മതിയാവും. CCയുടെ കാര്യം വരുമ്പോൾ നമുക്ക് 6 month വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആ സ്കൂളിൽ തന്നെ ചെന്നിട്ട് അതൊന്ന് റിന്യൂവൽ ചെയ്ത് തരുമോ എന്നുള്ളത് ചോദിക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് പിന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ചെയ്തേക്കുന്നതാണ്. അതിനിപ്പോൾ ഇതിൽ പറയുമ്പോൾ ടൈം കുറേയും പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എടുത്തൊന്ന് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതിയാവും, ചിലപ്പോൾ അതിൽ കാണാൻ സാധിക്കും കേട്ടോ. നിങ്ങളിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് പഠിച്ചേക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എളുപ്പമാണ് അത് തരാനായിട്ട്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് +2 പഠിച്ചേക്കണമെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിക്കുക, അവർ ചിലപ്പോൾ അത് റിന്യൂവൽ ചെയ്ത് തരും കേട്ടോ. പിന്നെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ കേരളയാണെന്ന് തെളിയിക്കാൻ നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. അതല്ലെങ്കിൽ നേറ്റിവിറ്റി കൊടുക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഏതാണെങ്കിലും കൊടുക്കാം. സെൽഫ് ഡിക്ലറേഷൻ ഓഫ് സ്റ്റേറ്റിംഗ് നാഷണാലിറ്റി, അത് നമ്മളുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്.
അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ അതിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എഴുതി ചേർത്താലും മതി, എങ്ങനെയാണെങ്കിലും മതി, കുഴപ്പമില്ല. പിന്നെ ഇവിടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അതായത് ഒരാൾക്കുള്ള കാര്യമല്ല പറയണേ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോർഡോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടില്ല, എല്ലാവർക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് അഫിഡവിറ്റ് എഴുതി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഇഫ് ദ സെയിം ഈസ് നോട്ട് അവൈലബിൾ സച്ച് കാൻഡിഡേറ്റ് ഷാൽ ബി സബ്മിറ്റ് സ്കാൻഡ് കോപ്പി ഓഫ് ഡിക്ലറേഷൻ വിത്ത് സിഗ്നേച്ചർ അഫിക്സ്. ഇങ്ങനെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുകയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റോ TCയോ CCയോ, അതായത് നിങ്ങൾ ഒരാൾക്കല്ല, ആ ഒരു സ്കൂളിൽ നിന്നോ ആ ഒരു ബോർഡിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ. പക്ഷേ കമ്മ്യൂണൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റിനൊന്നും ഇങ്ങനെ ഡിക്ലറേഷൻ കൊടുക്കാൻ പറ്റില്ല, അത് നമ്മൾ കറക്റ്റായിട്ട് ഹാജരാക്കണം. അതല്ല നമ്മുടെ മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സർട്ടിഫിക്കറ്റോ ആ ബോർഡ് അവൈലബിൾ ആക്കിയിട്ടില്ല എങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ആൻറ്റി റാഗിങ് അഫിഡവിറ്റ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നമ്പർ കിട്ടും, അത് നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ആൻറ്റി ഡോവറി ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഓരോ സർട്ടിഫിക്കറ്റുകൾ ഏതാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ തന്നെ NRE കാൻഡിഡേറ്റിൻ്റെ ഡിക്ലറേഷൻ ഇവിടെ ഉണ്ട്, ഈ നാഷണാലിറ്റിയുടെ ഡിക്ലറേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരും കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. ഐ ആം ദി സിറ്റിസൺ ഓഫ് എന്ന് തുടങ്ങുന്ന ഈ ഒരു ഡിക്ലറേഷൻ എല്ലാവരും ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളിവിടെ ഈ ബ്ലാങ്ക് ഇട്ട് കിടക്കുന്നില്ലേ, അവിടെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അവിടെ പേന വെച്ചിട്ട് എഴുതി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാളുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് ഹാജരാക്കുക കേട്ടോ. അത് അഡ്മിഷൻ്റെ സമയത്ത് മതി, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതി, ഇപ്പോഴൊന്നും ഹാജരാക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. സ്റ്റേ പ്ലസ്. താങ്ക് യു.